ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരയെ വിളിച്ചു ദുർഗ, ശക്തിയുടെ ദുർഗയെന്ന്. നവംബറിൽ മനേക് ഷാ ഇന്ദിരയെ കാണാനെത്തി എന്തിനും തയ്യാറാണെന്ന് അറിയിച്ചു. ഇന്ദിര ഒരു തീയതി എഴുതിയ കടലാസ് ഷായ്ക്ക് നൽകി. വായിച്ച ശേഷം ആ കടലാസ് കത്തിച്ചു കളഞ്ഞു. ഈ തീയതിക്ക് മുൻപ് തന്നെ പാക് വ്യോമസേന പഞ്ചാബിലെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. ഇന്ദിര ആഗ്രഹിച്ചതും അതുതന്നെയായി. 2 ആഴ്ചയ്ക്കുള്ളിൽ പാക് സൈന്യത്തെ ഇന്ത്യ തകർത്തു. 2000 കൊല്ലത്തിനിടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം സാക്ഷിയായ ഏറ്റവും വലിയ കീഴടങ്ങൽ നടന്നു. 93,000 പാക് ഭടന്മാർ കിഴക്കൻ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ടടുത്തുള്ള ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങി. തങ്ങൾ ഇന്ത്യയ്ക്ക് മുന്നിൽ പൂർണ്ണമായും അടിയറവ് പറഞ്ഞതായുള്ള പാകിസ്ഥാന്റെ കുറിപ്പ് ലോകം വായിച്ചു. ഇന്ത്യയ്ക്ക് യശസ്സും പാകിസ്ഥാന് തീരാത്ത നാണക്കേടും സമ്മാനിച്ച യുദ്ധത്തിന്റെ അവസാനം. ശബ്ദമായ നയതന്ത്രം, ഇന്ത്യൻ താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള നീക്കങ്ങൾ, സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകാനുള്ള മനസ്സ്, നയതന്ത്രത്തിലെ നൈപുണ്യം, ഇതായിരുന്നു ഇന്ത്യയുടെ ഇന്ദിര.